ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന നക്ഷത്രക്കാർ, ഞാനീ പറയുന്ന നിസ്സാരമായ ഒരു കാര്യം, ലളിതമായ ഒരു കാര്യം, 10-15 രൂപ കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ നക്ഷത്രക്കാരെല്ലാം രക്ഷപ്പെടുമെന്നുള്ളതാണ്. നിങ്ങൾ ചെയ്തു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് തമിഴ് സിദ്ധ ജ്യോതിഷ പ്രകാരം, DNA അസ്ട്രോളജി പ്രകാരമുള്ള രഹസ്യത്തിന്റെ ചില വഴികളിലൂടെ അനുഭവപ്പെട്ട കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ലളിതമായ കാര്യം പറയുന്നത്. നിങ്ങളുടെ എല്ലാവരും ജീവിതം മാറ്റും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എനിക്ക് ഈ ഒരു അറിവ് നൽകിയതിന് ഗുരുപരമ്പരയോടും ഈശ്വരന്മാരോടും പരമേശ്വരനോടും പരമേശ്വരോടും എല്ലാം ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാം ജീവിതം ഇത് മാറ്റും, യാതൊരു സംശയവും വേണ്ട. അപ്പം ഞാൻ ഏതൊക്കെ നക്ഷത്രക്കാർക്ക് അത് ഈ ചെയ്യേണ്ട ലളിതമായ നിസ്സാരമായ ലളിതമായ ഒരു കാര്യമാണ്, നിങ്ങൾ ചെയ്ത് നോക്കിയോ, അത് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, നേരിട്ട് കൺസൾട്ടിങ് അല്ല, സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെ ഞാൻ വിശകലനം ചെയ്യുന്നത് വാട്സപ്പ് വഴിയാണ്. നിങ്ങൾ വാട്സപ്പിൽ വിശകലനം ചെയ്യണമെങ്കിൽ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നത് ഞാൻ പറയും, ആ രീതി ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിൽ ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന ലളിതമായ വഴിപാടുകളും സ്വയം വീട്ടിൽ ചെല്ലാവുന്ന പ്രാർത്ഥനകളും പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, പിന്നെ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് പിന്നെ നമ്മൾ തന്നെ പ്രയത്നിക്കുകയും വേണം വഴിപാട് ചെയ്യുന്നതോടൊപ്പം. അതെല്ലാം പറഞ്ഞിട്ട് വർക്കെടുക്കാറുള്ളൂ. ആവശ്യമുള്ളവർക്ക് ചെയ്യുക, അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കുക. ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവരെല്ലാം ജീവിതത്തിൽ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക, അല്ല ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വീഡിയോയിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ നക്ഷത്രക്കാരും അവർക്ക് ചെയ്യേണ്ട നിസ്സാരമായ ലളിതമായ ഒരു കാര്യം പറയുകയാണ്. ഇത് നിങ്ങളുടെ തലയിലെഴുത്ത് മാറ്റിയിരിക്കും. ഇവിടെ തലയിലെടുത്തെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. ഇപ്പം മരണം, അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, അത് വിധി. നമുക്ക് മാറ്റാവുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ജീവിതത്തിൽ സമ്പത്ത് നേടുക, ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുക, ആ ഒരു തലയിലെടുത്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം പറയാൻ പോകുന്നത് അശ്വതി, ആയില്യം, അനിഴം, പൂരിരുട്ടാതി, ഈ 4 നക്ഷത്രങ്ങളുടെ കാര്യമാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. ഇനി വീഡിയോ കണ്ടു കഴിഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യരുത്, സാറേ ഞാൻ ഈ നക്ഷത്രം പറഞ്ഞില്ല. ചിലപ്പോൾ ഞാനും പറയാതെ എനിക്കും വിട്ടുപോകാം. അത് ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്കും കേൾക്കുമ്പോൾ വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം അശ്വതി, ആയില്യം, അനിഴം, പൂരിരുട്ടാതി, ഞാൻ അതിനാ നിർത്തി പറയുന്നത്. ഈ നക്ഷത്രക്കാര് ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ രക്ഷപ്പെട്ടിരിക്കും. എന്താണെന്നറിയോ? അതായത് വ്യാഴാഴ്ച ദിവസം കൃഷ്ണന് നെയ്വിളക്ക് ചെയ്യുക. നെയ്വിളക്ക് മാത്രം ചെയ്യുക. നമുക്ക് മറ്റു പരിപാടികളും ചെയ്യാം, അല്ല ഇത് ഞാൻ പറയുന്ന ഈ ഒരു രീതിയാണ് പറയുന്നത്. നെയ്വിളക്ക് മാത്രം വ്യാഴാഴ്ചകളിൽ ചെയ്യുക. ശിവന് ഞായറാഴ്ച നെയ്വിളക്ക് ചെയ്യുക. രാവിലെയായി പറയുന്നതെല്ലാം കേട്ടോ. ഈ ഞാൻ പറയാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും രാവിലെയാണ്, വൈകിട്ടല്ല. ആർക്ക് പറഞ്ഞാലും രാവിലെയാണ് പറയുന്നത്. അപ്പോൾ രാവിലെ നിങ്ങൾ പോയി ഈ 4 നക്ഷത്രക്കാർ, അശ്വതി, ആയില്യം, അനിഴം, പൂരിരുട്ടാതി, ഈ 4 നക്ഷത്രക്കാര് DNA അസ്ട്രോളജി, തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച് സൂര്യകർമ്മയും വ്യാഴകർമ്മയും വരുന്നവരാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഞായറാഴ്ച രാവിലെ ശിവന് ഒരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ച രാവിലെ കൃഷ്ണന് ഒരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക ക്ഷേത്രത്തിൽ പോയി. ഇത് ആവർത്തിക്കണം സാധിക്കുന്ന പോലെ. വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. വിശ്വാസത്തോട് ചെയ്യണം, വെറുതെ പോയി ഉണ്ടല്ല ഭഗവാനെ എന്നുള്ള ലയിച്ചു പ്രാർത്ഥിച്ച് ഇത് ആവർത്തിക്കണം, സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. അപ്പോഴാണ് ജീവിതത്തിൽ മാറ്റം വരുന്നത്. ഇനിയും പറയാൻ പോകുന്നത് ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി. ഒന്നുകൂടെ പറയാം. ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി, ഈ 4 DNA അസ്ട്രോളജി അനുസരിച്ച് ചന്ദ്രകർമ്മയും വ്യാഴകർമ്മയും വരുന്നവരാണ്. ആയതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് നെയ്വിളക്ക് രാവിലെ തെളിയിക്കുക, വ്യാഴാഴ്ച കൃഷ്ണന് നെയ്വിളക്ക് കൊടുക്കുക. ഈ 2 രീതികളും ആവർത്തിക്കുക. ഇതൊരു പ്രത്യേക കോമ്പിനേഷനാണ്. അപ്പം നിങ്ങൾ ഈ 4 നക്ഷത്രത്തിൽപ്പെട്ടവർ ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി, വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് നെയ്വിളക്ക് രാവിലെ തെളിയിക്കണം, പിന്നെ വ്യാഴാഴ്ച കൃഷ്ണന് നെയ്വിളക്ക് തെളിയിക്കണം. ഇത് ആവർത്തിക്കണം. അപ്പോൾ ഇത് ഈ
ഇത് ചെയ്യുന്നതോടൊപ്പം അവസാനം ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അതുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. എന്നിട്ട് അത് ഫലം കിട്ടണേ അതുകൂടെ അറിയണം. ഇത് പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യം കൂടി, ഈ നക്ഷത്രങ്ങളുടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവസാനം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതുകൂടെ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇത് 4 നക്ഷത്രക്കാരുടെ കാര്യം മനസ്സിലായല്ലോ. ഇനിയും പറയാൻ പോകുന്നത് കാർത്തിക, പൂരം, മൂലം, രേവതി, ഈ 4 നാളുകാർ DNA ആസ്ട്രോളജി അനുസരിച്ച് ചൊവ്വാകർമ്മയും വ്യാഴകർമ്മയും ഉള്ളവരാണ്. ആയതിനാൽ ഇവർ ദേവിക്ക് വെള്ളിയാഴ്ച നെയ്വിളക്ക് തെളിയിക്കുക, വ്യാഴാഴ്ച കൃഷ്ണന് നെയ്വിളക്ക് കൊടുക്കുക. ഇത് സാധിക്കുന്ന പോലെ വെള്ളിയും വ്യാഴവും ആവർത്തിക്കണം. ഇത് ഉറപ്പായിട്ടും ഇപ്പോൾ ഒരു തവണ ചെയ്തുകൊണ്ട് മാറ്റം വരണമെന്നില്ല. ഇത് വിശ്വാസത്തോടെ ആവർത്തിച്ചവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം അനുഭവത്തിന് അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. നിസ്സാരമായൊരു കാര്യമാണ് നിങ്ങൾക്ക് തോന്നും, പക്ഷെ നിസ്സാരമായ കാര്യമല്ല. ഈ നക്ഷത്രവും ഈ ദിവസവും ഇങ്ങനെ നെയ്വിളക്ക് കൊടുക്കുന്നതിനകത്ത് ഒരു പ്രത്യേക കോമ്പിനേഷനാണ് അത്. ഈ നക്ഷത്രം, ഈ ദേവതകൾ, ഈ ദിവസം, ഈ വഴിപാട്, ഇത് 4 കൂടെ ചേർന്ന് വരുന്നൊരു കോമ്പിനേഷനാണ് ഇതിന്റെ രഹസ്യം. അത് ആ തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ചുള്ള ഒരു രഹസ്യ വിദ്യയാണ്. അത് വലിയ ഫലം തരുന്നതാണ് കേട്ടോ. കാരണം ഞാനിത് പറയാൻ കാര്യം ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അതുപോലെ ഒരു അനുഭവം ഉണ്ടായി, ഒരു അനുഭവം, നല്ലൊരു ഒരു ഒരു എനിക്ക് സന്തോഷം, മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു അനുഭവം ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുന്നത്. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞു തരുന്നത്. ഒരു കുടുംബം അതുപോലെ മാറി ഈ പറഞ്ഞ ഒരു കാര്യങ്ങൾ ചെയ്ത്. അതുപോലെ ദുരിതം ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു. അത് എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര മനസ്സ് നിറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഇനിയും പറയാൻ പോകുന്നത് രോഹിണി, ഉത്രം, പൂരാടം, ഈ നാളുകാർ DNA ആസ്ട്രോളജി അനുസരിച്ച് ബുധകർമ്മയും ശനികർമ്മയും ഉള്ളവരാണ്. അപ്പം കൃഷ്ണന് വ്യാഴാഴ്ച ഒരു നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശിവന് ശനിയാഴ്ച ഒരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഇത് ഈ 2 ദിവസങ്ങളെ ആവർത്തിക്കണം. രാവിലെയാണ് ചെയ്യേണ്ടത്. രാവിലെ നിങ്ങൾ പോയി നെയ്വിളക്ക് തെളിയിക്കുന്നുണ്ടെങ്കിൽ, ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുന്ന കാര്യമാണ് പറയുന്നത്, 10-15 രൂപയാകത്തുള്ളൂ. നിങ്ങൾ തെളിയിക്കുന്നുണ്ടെങ്കിൽ രാവിലെ ഒരു സൂര്യോദയത്തോടടുത്ത് ഒന്നുകിൽ ഒരു 6 അല്ലെങ്കിൽ ഒരു 7 മണിക്ക് ഉള്ളിൽ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. പ്രത്യേക ഫലമാണ്. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും. ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതാണ് ജീവിതം മാറ്റുന്നത്. സൂര്യോദയത്തോടടുത്ത് ചെയ്യണം, അപ്പോഴാണ് നെയ്വിളക്കിന് ഫലം കിട്ടുന്നത് കേട്ടോ. സമ്പത്തുണ്ടാകും, എല്ലാ ഐശ്വര്യവും ഉണ്ടാകും. അങ്ങനെ രക്ഷപ്പെട്ടവരുണ്ട്. ഇനിയും പറയാൻ പോകുന്നത് മകയിരം, അത്തം, ഉത്രാടം, ഈ 3 നാളുകാർക്ക് ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച നെയ്വിളക്ക് കൊടുക്കുക, കൃഷ്ണന് വ്യാഴാഴ്ച നെയ്വിളക്ക് കൊടുക്കുക. ഇനിയും കൃഷ്ണന് വ്യാഴാഴ്ച നെയ്വിളക്കിന്റെ കൂടെ ഒരു തുളസിമാല ഉണ്ടേ കൊടുക്കുക, ഇല്ലേ വേണ്ട, നെയ്വിളക്ക് മാത്രമാണേലും മതി കേട്ടോ. അപ്പം ദേവിക്ക് വെള്ളിയാഴ്ച നെയ്വിളക്ക് കൊടുക്കുക, കൃഷ്ണന് വ്യാഴാഴ്ച നെയ്വിളക്ക് കൊടുക്കുക. വ്യാഴാഴ്ച അവിടെ തുളസിമാല ഉണ്ടേ കൊടുക്കുക, ഇല്ല നെയ്വിളക്ക് മാത്രമാണേലും മതി. മകയിരം, അത്തം, ഉത്രാടം, ഈ നാളുകാർ ഇത് ആവർത്തിക്കണം. കാരണം ഈ ഇത് വരുന്ന അത്തം എന്ന് പറയുന്ന നാളും മകയിരം എന്ന് വരുന്ന നാളും കുറച്ച് കഷ്ടതകൾ കൂടുതൽ അനുഭവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഉത്രാടം ഉണ്ട് എങ്കിലും കുറച്ചുകൂടി അത്തവും മകയിരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് തുളസിമാലയും കൂടെ ആ ഒരു കോമ്പിനേഷൻ പറഞ്ഞിരിക്കുന്നത്. ഒരു തുളസിയിലൂടെയെങ്കിലും പുണ്യം എനിക്ക് എൻ്റെ കുടുംബത്തിന് തരണമെന്ന് പറഞ്ഞ് വെക്കുക. നെയ്വിളക്കും തുളസിമാലയും കൃഷ്ണന് കൊടുക്കുക. തുളസിമാല ഇല്ല, നെയ്വിളക്ക് മാത്രമാണേലും മതി, പക്ഷെ ഉണ്ടേ കൊടുക്കുക വ്യാഴാഴ്ച രാവിലെ. പിന്നെ ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച നെയ്വിളക്ക് കൊടുക്കുക. ഇനിയും തിരുവാതിര, ചിത്തിര, തിരുവോണം, ഈ 3 നാളുകാരുടെ ചില രഹസ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ തിരുവാതിര, ചിത്തിര, തിരുവോണം, ഈ നാളുകാർ ശുക്രകർമ്മയും ചന്ദ്രകർമ്മയും ഉള്ളവരാണ്. ഇവര് ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച നെയ്വിളക്ക് കൊടുക്കണം, അതുപോലെ കൃഷ്ണന് വ്യാഴാഴ്ച നെയ്വിളക്ക് കൊടുക്കണം. ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ചില പ്രതിസന്ധികൾ വരുവാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ്. പിന്നെ ജനിച്ച സമയം വെച്ച് ഇതിലെല്ലാം മാറ്റം വരും. അതുപോലെ ഇവര് ഈ അശ്രദ്ധ കൊണ്ട് വാഹനവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കണം. അപ്പം ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് ട്രെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ.
റെയിൽവേ ക്രോസ് ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കേണ്ട വളരെ നല്ലതാണ് എന്നുള്ളത്. അത് ഏത് വാഹനമായിക്കോട്ടെ, പ്രത്യേകിച്ച് ട്രെയിനുമായി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന നല്ലതാണ്. പേടിക്കേണ്ട കാര്യങ്ങളില്ല, ശ്രദ്ധിച്ചാൽ മതി. പിന്നെ മൂത്രാശയ സംബന്ധമായ, യൂട്രസ് സംബന്ധമായ രോഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ പലർക്കും അത് ആവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ശുക്രകർമ്മ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ എല്ലാവർക്കും അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. ഓരോരുത്തരും ഈ നക്ഷത്രം തന്നെയാണെങ്കിലും ജനിച്ച സമയം വ്യത്യസ്തമനുസരിച്ച് വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും. ഇതൊക്കെ സാമാന്യ ഫലങ്ങളാണ്. എങ്കിൽ പോലും ഈ നല്ല കാര്യങ്ങളാണ് ചെയ്തവർക്ക് അതിൻ്റെ ഫലമുണ്ട്, ഈ വഴിപാടുകൾ. അപ്പോൾ ഇതൊക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ, ഈ 3 നാളുകാർ. അപ്പം അത് ശ്രദ്ധിക്കുക കേട്ടോ. ശ്രദ്ധിച്ചാൽ നല്ലതാണ്. എന്നിട്ട് അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകണമെന്നോ ആ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണമെന്നോ നിർബന്ധമില്ല, യാതൊരു നിർബന്ധവുമില്ല. ഇതൊക്കെ ജനിച്ച സമയം വെച്ച് വ്യത്യാസം വരും. എങ്കിലും ഈ വഴിപാട് ചെയ്യുക, നിങ്ങൾക്ക് മാറ്റം വരും. പിന്നെ അത് ചിലരെങ്കിലും ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും. ആ രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പം തിരുവാതിര, ചിത്തിര, തിരുവോണം. അപ്പം ഭദ്രകാളിക്ക് ചെയ്യേണ്ട കാര്യം പറഞ്ഞു, അതുപോലെ കൃഷ്ണന് ചെയ്യേണ്ട കാര്യം പറഞ്ഞു. അതോടൊപ്പം ഇവർ തിങ്കളാഴ്ച ശിവനോട് ഒരു നെയ്വിളക്ക് കൊടുത്താൽ വളരെ നന്നായിരിക്കും. അത് സാധിക്കുന്ന പോലെ ആവർത്തിക്കും, അത്ഭുതകരമായ മാറ്റം വരുത്തും. അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച, കൃഷ്ണന് വ്യാഴാഴ്ച, ശിവന് തിങ്കളാഴ്ച. ആ നെയ്വിളക്കിന് കൂടെ ഒരു ഭസ്മവും കൂടെ വെക്കുക. എന്തിനാണെന്നറിയോ? നമ്മുടെ ആരോഗ്യ സംബന്ധമായ അല്ലെങ്കിൽ നമ്മുടെ ജീവിത ദുരിതങ്ങൾ മാറുവാനും എല്ലാ തരത്തിലും അത് ഗുണം ചെയ്യും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പോകണം. ആ ഡോക്ടറെ കണ്ടു തന്നെ പോകണം. എങ്കിലും ഇതൊരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമുക്ക് ദുരിതങ്ങൾ മാറുവാനും ജീവിതത്തിലെ ക്ലേശങ്ങൾ, അലച്ചിലുകൾ മാറാനും ഈ നെയ്വിളക്കിൻ്റെ കൂടെ ഒരു കൂട് ഭസ്മവും കൂവളത്തിലെ അർച്ചനയും കൂടെ വെച്ചാൽ നല്ലതാണ്. പെട്ടെന്ന് മാറ്റം വരും കേട്ടോ. അപ്പോൾ തിരുവാതിര, ചിത്തിര, തിരുവോണം മനസ്സിലായല്ലോ. ഇനിയും പറയാൻ പോകുന്നത്, അതായത് പുണർദം, ചോതി, അവിട്ടം. ഈ നാളുകാർ വ്യാഴാഴ്ച കൃഷ്ണനെ നെയ്വിളക്ക് സമർപ്പിക്കുക. ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ തന്നെ ജീവിതം അത്ഭുതകരമായി മാറും. അങ്ങനെ നല്ല രീതിയിൽ മാറിയവരുണ്ട്. അങ്ങനെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനീ പറഞ്ഞു തരുന്നത്, ഈ നക്ഷത്രത്തിൽപ്പെട്ട ഒരാളുടെ അനുഭവം. അപ്പം പിന്നെ ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച നെയ്വിളക്ക് കൊടുക്കുക. സാധിക്കുന്ന ഒരു മുരുകന് മലയാള മാസം ആദ്യ ചൊവ്വാഴ്ച കൊണ്ട് നെയ്വിളക്ക് കൊടുക്കുക. ഇത് 3 ചെയ്താൽ നല്ലതാണ്. ഇല്ലെങ്കിൽ കൃഷ്ണന് വ്യാഴാഴ്ച നെയ്വിളക്ക് മാത്രം കൊടുത്താലും പുണർദം, ചോതി, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് മാറ്റം വരും എന്നുള്ളതാണ്. പുണർദം, ചോതി, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് മാറ്റം വരും. ഇനിയും ഇത് നിങ്ങൾക്ക് 3 കൂടെ ചെയ്യാൻ പറ്റുവാണ് നല്ലതാണ്. ഏതാണ്? ശിവന് നെയ്വിളക്ക് അത് നിങ്ങൾക്ക് ശനിയാഴ്ച കൊടുക്കുക. ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച നെയ്വിളക്ക് കൊടുക്കുക. മുരുകന് മലയാള മാസം ആദ്യ ചൊവ്വാഴ്ച നെയ്വിളക്ക് കൊടുക്കുക. 3 ചെയ്താൽ നല്ലതാണ്. ഇനിയും പൂയം, വിശാഖം, ചതയം ഈ നാളുകാർ ഇവർ കൃഷ്ണന് വ്യാഴാഴ്ച നെയ്വിളക്ക് കൊടുത്തു, അവരുടെ ജീവിതം മാറിയിരിക്കും. ആവർത്തിക്കണം. വ്യാഴാഴ്ച കൃഷ്ണന് നെയ്വിളക്ക് കൊടുക്കുക. ഇനി വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് നെയ്വിളക്ക് കൊടുക്കുക. അത്ഭുതകരമായിട്ട് അവരുടെ ജീവിതം മാറിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചെറിയൊരു കാര്യമായിട്ട് തോന്നും, പക്ഷെ ചെയ്താൽ ജീവിതം മാറും. കാരണം ഇത് അനുഭവമുണ്ട്. കാരണം ഒരുപാട് അനുഭവമുണ്ട്. ഈ നക്ഷത്ര രഹസ്യങ്ങൾ ചില സംഭവങ്ങളുണ്ട്. അത് ചില ദിവസങ്ങളിൽ ചില ദേവതകൾക്ക് ചെറിയൊരു കാര്യം ചെയ്താൽ മതിയായിരിക്കും. ചെറിയൊരു കാര്യം മതിയായിരിക്കും, അവിടെ ജീവിതം മാറും. നമ്മൾ ഒരുപാട് കാര്യങ്ങളുടെ പുറകെ പോകും. ചെറിയൊരു കാര്യം കൊണ്ട് തന്നെ ജീവിതം മാറും. ഇത് ഒരുപാട് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതൊക്കെ ഒരു നക്ഷത്ര രഹസ്യങ്ങളാണ് കേട്ടോ. ഇനി ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് പിന്നെ പറ്റുമെങ്കിൽ മാസത്തിലൊന്നോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരിക്കലോ, ഇപ്പം ഭദ്രകാളിക്ക് ആയിക്കോട്ടെ, കൃഷ്ണ ആയിക്കോട്ടെ, മുരുകനായിക്കോട്ടെ, ശിവനായിക്കോട്ടെ, അവരുടെ ഇഷ്ട നിവേദ്യം കൂടെ കൊടുക്കുക. ഭദ്രകാളിക്ക് കടുംപായസം, ശിവന് പാൽപ്പായസം, മുരുകന് പഞ്ചാമൃത അഭിഷേകമോ, പഞ്ചാമൃത അഭിഷേകം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം, പഞ്ചാമൃത അഭിഷേകം അല്ലെങ്കിൽ പഞ്ചാമൃതം അഭിഷേകം കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ത്രിമധുരോ എന്തെങ്കിലും ഒരു നേദ്യം കൂടെ കൊടുക്കുക. പിന്നെ കൃഷ്ണനാണ് പാൽപ്പായസം. നിങ്ങളൊരു മാസത്തിലൊന്നോ അല്ലെങ്കിൽ 3 മാസത്തിലൊന്നോ എങ്കിലും ഇതിന് കൂടെ ഒരു നിവേദ്യം കൂടെ കൊടുക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ കേട്ടോ, നന്നായിരിക്കും. ഇനിയും ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനിയും പറയാൻ പോകുന്ന കാര്യം അതുകൂടെ കേൾക്കുമ്പോഴേ ഇത് ഫലം ഉണ്ടാകുന്നതാണ്. ഇപ്പം നിങ്ങൾ വഴിപാടൊക്കെ ചെയ്തു, ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് ചെയ്തവർക്ക് ജീവിതം അടിപൊളി മാറിയിട്ടുണ്ട്. അതായത് പുരുഷന്മാരായിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, പലപ്പോഴും ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാനത്
പറഞ്ഞ് മാറ്റിയവർക്കൊക്കെ അതിൽ മാറ്റം വരുത്തിയവരെല്ലാം ജീവിതം മാറിയിട്ടുണ്ട്. ഈ ഒരു നെയ്വിളക്ക് തന്നെ കത്തിച്ചിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം കൂടെ ശ്രദ്ധിച്ചവരുടെ എല്ലാം ജീവിതം മാറിയിട്ടുണ്ട്. അത് ഏത് കാര്യമെന്ന് പറഞ്ഞുതരാം. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറയരുത്. പലപ്പോഴും പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ, ഞാൻ പലപ്പോഴും ഈ സ്ത്രീകൾ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്, എല്ലാവരും അല്ല ചിലരെങ്കിലും. ഈ ഒരു 4 പേര് കൂടിയിരുന്ന് ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പോലും വെറുതെ കൂടിയിരുന്ന് മറ്റുള്ളവരുടെ കുറ്റം പറയുക. അയൽപക്കക്കാർ അങ്ങനെ പോയി, അവിടുത്തെ ചെറുക്കൻ അങ്ങനെ പോയി, ഇവിടുത്തെ ചെറുക്കൻ ഇങ്ങനെ പോയി, ഇങ്ങനെ അങ്ങ് കുറ്റങ്ങൾ പറഞ്ഞിരിക്കുക. ഈ കുറ്റങ്ങൾ പറയുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനകളായിക്കോട്ടെ ഇതൊന്നും ഫലം കാണാൻ തടസ്സമുണ്ടാവും. കാരണം മറ്റൊരാളെ ദുഷിക്കുമ്പോൾ നമ്മുടെ മനസ്സാണ് മലിനപ്പെടുന്നത്, അവർക്കൊന്നും പറ്റത്തില്ല. നമ്മൾ ദുഷിക്കുമ്പോൾ അവരുടെ മനസ്സിന് ഒരു കുഴപ്പമില്ല, നമ്മുടെ മനസ്സാണ് മലിനപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ എന്നാ പുണ്യപ്രവൃത്തി ചെയ്താലും അത് ഫലം കിട്ടണമെന്നില്ല. അങ്ങനെ ഞാൻ ചില ആളുകളോട് പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർ 3 മാസമെങ്കിലും ശ്രദ്ധിച്ച് അത് ഒഴിവാക്കി വഴിപാട് ഇതുപോലെ നെയ്വിളക്ക് തെളിയിച്ചപ്പം അവരുടെ വീട്ടിൽ ഒരുപാട് മാറ്റം ഉണ്ടായി. വീട്ടിലേക്ക് സാമ്പത്തികം, പുതിയ മാറ്റങ്ങൾ, ഒരുപാട് സന്തോഷം അവർ എന്നോട് ഇന്നത് പറഞ്ഞു. ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞത്. സത്യമാണ്. ആ പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ നമ്മൾ കൂടിയിരുന്ന് കുറ്റങ്ങൾ പറയരുത്. ആ ഒരു സംഭവമേ ഒഴിവാക്കണം. നിങ്ങൾ ഞാൻ ഈ നാളുകാർക്ക് പറഞ്ഞ ഈ വഴിപാട് ചെയ്തോ, ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ച് ആരുടെയും കുറ്റം പറയരുത്. എടാ ആര് വേണേ എങ്ങനെ വേണേ പോട്ടെന്നേ, നമ്മൾ അതിനെക്കുറിച്ച് എന്തിനാ പറയുന്നതെന്നേ. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നത് ഏറ്റവും വലിയ പാപമാണ്. അതിൻ്റെ ആവശ്യമില്ല. ആരുടെയും കുറ്റം പറയരുത്, ആരെയും ദൂഷിക്കരുത്. നമ്മൾ ആ സമയത്തിന് നമ്മുടെ ജോലി ചെയ്യുക. ഈ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കണം. 1. 2, ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിൽ വരണം. വരുന്ന വഴിക്ക് വല്ല വീട്ടിലൊക്കെ കയറി ഇരുന്ന് വർത്തമാനം പറഞ്ഞു അവിടെ നിന്നൊക്കെ വെള്ളവും കുടിച്ച് ഭക്ഷണം കഴിച്ചാൽ പരിപാടി ചെയ്യരുത്, അത് ഒഴിവാക്കണം. മറ്റു വീടുകളിൽ പോയി ആവശ്യമില്ലാതെ സംസാരിക്കുക. അവിടെ ആവശ്യത്തിന് പോകാം, നമുക്ക് ആരുമായിട്ടും പണങ്ങുമൊന്നും ചെയ്യരുത്, എല്ലാവരുമായിട്ട് സഹകരിച്ച് തന്നെ പോകണം. പിന്നെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, മറ്റുള്ളവരെ കുറ്റം പറയുക, കാപ്പി കുടിക്കുക, ഈ പരിപാടിയൊക്കെ നിർത്തിയേക്കണം. കാപ്പിയൊക്കെ വീട്ടിൽ വന്ന് കുച്ചാൽ മതി, ആ പരിപാടിയൊക്കെ നിർത്തിയേക്കണം. കാരണം ഇതൊക്കെയാണ് ഈ ഒരു കുടുംബ തകർച്ച ഉണ്ടാകാനൊരു കാരണം. ഇങ്ങനെയുള്ള ചില സംസാരങ്ങളും മറ്റു വീടുകളിൽ ഇരുന്ന് അവിടുന്ന് ഭക്ഷണവും കഴിച്ച് അവർ ചായയും തരും, മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞു, ഇത് ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നത്. അങ്ങനെ പല കുടുംബങ്ങളും അധപ്പതിച്ച കുടുംബങ്ങളെ എനിക്കറിയാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ നെയ്വിളക്ക് മാത്രം കൊടുത്താലും മതി. ഈ നാളുകാരെ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് ചെയ്താൽ ആ കുടുംബം രക്ഷപ്പെട്ടു, ആ വ്യക്തി രക്ഷപ്പെട്ടിരിക്കും, ഒരു സംശയം വേണ്ട. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ആവശ്യമില്ലാതെ മറ്റു വീടുകളിൽ പോവുക, കുറ്റം പറയുക, അവിടെ ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ അങ്ങ് ഒഴിവാക്കുക. സംശയമുണ്ടെങ്കിൽ നിങ്ങളൊരു 3 മാസത്തേക്കൊന്ന് ഒഴിവാക്കി നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ നല്ല കാര്യങ്ങൾ നടക്കും. കുടുംബമേ രക്ഷപ്പെടും, പുതിയ ഉയർച്ചകൾ ഉണ്ടാകും, പുതിയ മാറ്റങ്ങൾ നടക്കും, അഭിവൃദ്ധി ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും, ജീവിതം മാറും. ഞാൻ പറഞ്ഞു ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. എന്തിനാണ് ആവശ്യമില്ലാതെ എല്ലായിടത്തും പോയിരുന്ന് അവരിരുന്ന് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് വല്ലവരെയും കുറ്റം പറഞ്ഞ് ഈ ഒരൊറ്റ കാര്യം ജീവിതത്തിൽ ഏറ്റവും വലിയ അധപ്പതനം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇത് ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ ഈ നെയ്വിളക്ക് കൊടുക്കാൻ. പറഞ്ഞാൽ മനസ്സിലായി? അതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാര്യം. നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും, ആ വ്യക്തിയും രക്ഷപ്പെടും. ഇനി മറ്റൊരു കാര്യം, നമ്മളെപ്പോഴും നമ്മളോട് തന്നെ സ്വയം സത്യസന്ധനാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുണ്ട്, ചില ഈ പൊതുവായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പം അവിടെ നമ്മൾ ഈ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന കക്കൂസൊക്കെ കാണും. അതിൻ്റെ അകത്ത് കയറി യൂറിൻ പാസ് ചെയ്തിട്ട് മൂത്രം ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കാക്കി ഇറങ്ങി പോരും. ആരും കാണത്തില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ കാണത്തുമില്ല. പക്ഷെ അങ്ങനെ അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഒരിക്കലും അത്തരം കാര്യങ്ങൾ ചെയ്യരുത്. നമ്മൾ ആരും കണ്ടില്ലേ പോലും നമ്മൾ യൂറിൻ പാസ് ചെയ്താൽ വെള്ളം ഒഴിച്ചിട്ട് വരണം. ഒരു ഉദാഹരണമാണ് പറഞ്ഞു കേട്ടോ. ഇങ്ങനെ ചെറിയ കാര്യങ്ങളിൽ മുതൽ നമ്മളോട് സത്യസന്ധനാകണം. ഒരു പാത്രം നമ്മൾ കഴിയാലും അത് ആ പാത്രം ഏറ്റവും നല്ല രീതിയിൽ വൃത്തിയാക്കി വെക്കുക. മറ്റൊരാൾ ഉപയോഗിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉപയോഗിക്കേണ്ടതാണ്. അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ മുതൽ നമ്മൾ സത്യസന്ധനാകുക. ഇങ്ങനെ സത്യസന്ധനായി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ശരിയായിട്ടുള്ള ഈശ്വരബോധം വരും. നമ്മളുടെ ഒരു പ്രാർത്ഥന പെട്ടെന്ന് ഫലം കിട്ടും. നമ്മൾ ഒരു തവണ അല്ലെങ്കിൽ ഒരു 2-3 തവണ ആവർത്തിച്ച് ഭഗവാനെ നെയ്വിളക്ക് കൊടുത്താൽ പോലും ഫലം ഉണ്ടാകും. ഈ ഒരു സത്യസന്ധത ഉള്ളിൽ ഉണ്ടായി വരണം. അതിന് ഈ കുറ്റം പറയുന്നത് ഒഴിവാക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതെല്ലാം കണക്റ്റഡാണ്. നമ്മൾ ഓരോ കള്ളത്തരം പറയാതിരിക്കുക, ഓരോ കാര്യങ്ങളിലും സത്യസന്ധത പാലിക്കുക. ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങണം.
സത്യസന്ധത പാലിക്കണം. അപ്പം നമുക്ക് വലിയ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു സത്യബോധം ഉണ്ടായി വരും. പിന്നെ നമ്മൾ ഒരു നെയ്വിളക്കെങ്കിലും തെളിയിച്ച് ഭഗവാൻ ഒരു പ്രാർത്ഥന ചെയ്താൽ പോലും ഫലമുണ്ടാവും. പിന്നെ നമ്മൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. അപ്പോൾ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായി വരും. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് ഫലമാകും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.